നമ്മൾ പലപ്പോഴും നമ്മൾ പറയും, ഓ അവൻ അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് അവനോട് കൂട്ടുകൂടാൻ ഇഷ്ടമില്ല, അവൻ ഇന്ന കുറേ പറ്റിച്ച്. മിക്കവാറും നമ്മൾ നോക്കുമ്പം ഓൾമോസ്റ്റ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെയാവും. അപ്പോൾ ഈ കുടുംബത്തിലുള്ള ആൾക്കാരുമായിട്ട് ഫർദർ ഇൻട്രാക്റ്റ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ താല്പര്യമില്ലായ്മ വന്നത് ഒരു തെറ്റിൽ നിന്നാണ്. അല്ലെങ്കിൽ അയാൾ ചെയ്ത ഒരു പ്രവൃത്തിയെ സമൂഹം തെറ്റാണെന്ന് വ്യാഖ്യാനിച്ചിട്ട് ആ തെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരാളെ നമ്മളിൽ നിന്നും മാറ്റി നിർത്തണം. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഒരാളെ മാറ്റി നിർത്തുമ്പം ഈ മാറ്റി നിർത്തുന്നതിനനുസരിച്ച് നമ്മൾ ചില കാര്യങ്ങൾ എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഒരാളെ നമ്മൾ മാറ്റി നിർത്തുമ്പം നമ്മളെന്താണ്, ഓക്കെ അയാൾ ശരിയല്ല, അതുകൊണ്ട് അയാളെ മാറ്റി നിർത്തി. പക്ഷെ അങ്ങനെ ശരിയല്ലാത്ത ഒരാളെ മാറ്റി നിർത്തുമ്പം വേറെ കുറേ കാര്യങ്ങൾ ഇപ്പുറത്ത് ശരിയല്ലാത്തത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അതൊരു പക്ഷേ സിഗരറ്റ് വലിയാവാം, അല്ലെങ്കിൽ കള്ളുകുടിയാകാം, അല്ലെങ്കിൽ മയക്കുമരുന്നാകാം, അല്ലെങ്കിൽ 24 മണിക്കൂറും പ്രാർത്ഥനയാവാം. മനസ്സിലായോ? കാരണം എന്താണ് ചെയ്യുന്നതെന്ന് അറിയാത്തൊരു ഭാഗം ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പണി തുടങ്ങി. കാരണം അയാളെ മാറ്റി നിർത്തിയത് ഒരു തെറ്റിൻ്റെ പേരിലാണ്. ബട്ട് ആക്ച്വലി അത് തെറ്റായത് എങ്ങനെയാണ്? ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നമ്മൾ കൊടുത്ത ആ ഇമ്പോർട്ടൻസിലാണ് ആ വ്യക്തി നമ്മളെ പറ്റിച്ചത്. അല്ലാതെ വേറൊരാൾക്ക് നമ്മളെ പറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരാൾ നമ്മളെ പറ്റിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് പറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥാനം കൊടുത്തതിൻ്റെ പേരിലാണ് അയാൾ നമ്മളെ പറ്റിക്കപ്പെട്ട്. അതിപ്പോൾ ജ്യേഷ്ഠനാണെങ്കിലും ബാപ്പയാണെങ്കിലും അനിയനാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും എല്ലാം ഇങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. പക്ഷേ ഇത് നമ്മളെ ഒരു മിസ്റ്റേക്കായിട്ട് നമ്മൾ എടുത്തത് കൊണ്ടാണ് ആ മിസ്റ്റേക്ക് പറ്റാനുള്ള ആളെ നമ്മൾ മാറ്റി നിർത്തുന്നത്. അപ്പോൾ ഇതേ മിസ്റ്റേക്ക് തന്നെയാണ് ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് അറിയാത്ത, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് പള്ളിയിൽ പോണതെന്ന് അറിയാതെ കുറേ അൺവാണ്ടഡ് ബ്ലൈൻഡായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ്? കാരണം അപ്പുറത്തെ സൈഡിൽ നമ്മൾ റിജക്റ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു കണ്ടിന്യൂറ്റി മിസ്സായി, ഒരു തുടർച്ച പോയി. അതുപോലെ തന്നെ ഇപ്പുറത്തും തുടർച്ചയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാണ്, നമുക്കറിയില്ല. അപ്പോൾ ചിലപ്പോൾ ജസ്റ്റ് ഒരു സിഗരറ്റ്, ഒരു ബീഡി വലിക്കണേ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് നിരന്തരം കണ്ടിന്യൂ ചെയ്യും. എന്തുകൊണ്ടാണ്? ഈ ഭാഗം ക്ലിയർ ആവാത്തതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനിയും നഷ്ടം വരും എന്നുള്ള ഒരു തീരുമാനമാണ് നമ്മൾ ഇയാളെ മാറ്റി നിർത്തിയത്. പക്ഷേ അതിനേക്കാൾ നഷ്ടം നിരന്തരം നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് നമ്മളൊരു തീരുമാനം എടുത്ത് ചെയ്യുമ്പം അത് നമ്മളെ ബാധിക്കണില്ല. കാരണം എന്താ? അത് ഞാനായിട്ട് ചെയ്യല്ലേ, പിന്നെ അതിലുള്ള നാശം സമൂഹത്തിൽ അപ്രൂവ്ഡാണ്. കാരണം സിഗരറ്റ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്ന് സിഗരറ്റിൻ്റെ പാക്കറ്റിലുള്ളത് കൊണ്ട് തന്നെ അത് എനിക്കറിയാം. അതുകൊണ്ട് അതെനിക്ക് വിഷയമല്ല, ഇപ്പുറത്തതും എനിക്ക് വിഷയമല്ല. മനസ്സിലായോ? അപ്പം നമ്മൾ ആരെയും സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ആരെയും റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നതല്ല നമ്മുടെ ലൈഫ്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്കൊരു സ്റ്റാൻഡുണ്ട്. കാരണം നമ്മൾ 2 കാലിൽ എണീച്ച് നിൽക്കാനുള്ള കാരണം ഈ ലോകത്തിലെ മറ്റാരുടെയും കാലോ കയ്യോ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും അവനവൻ്റെ ഇൻഡിവിജ്വാലിറ്റി കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഒരാൾ ഇന്നലെ അങ്ങനെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ അയാൾ ഇന്നലെ അങ്ങനെ ചെയ്തില്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മളെ വിട്ടുകൊടുത്ത്, എന്തുകൊണ്ട്? നമ്മളൊരു വിശ്വാസത്തിലിരുന്ന്, നമുക്ക് നമ്മളിലൊരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മറ്റൊരാൾക്ക് നമ്മളെ ഉപയോഗിക്കാൻ വിട്ടുകൊടുത്ത്. കാരണം അയാൾ ഇന്നതാണെന്നും പറഞ്ഞ് നമ്മൾ ഉള്ളിൽ വെച്ച്, എന്നിട്ട് നമ്മളെ സത്യത്തിൽ നമ്മൾ ഒരു വേശ്യയാക്കി മാറ്റുകയാണ്. അപ്പോൾ അയാൾ ഉപയോഗിക്കുമ്പം, ഇപ്പം നമ്മളെ വണ്ടി നമ്മൾ ഉപയോഗിക്കണ പോലെ വേറെ ആരും ഉപയോഗിക്കാൻ പോകുന്നില്ല. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മളെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്, ഓക്കെ അവന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഞാൻ ഉപയോഗിക്കണ പോലെ ആകും തീരുമാനം എടുത്തിട്ട് നമ്മൾ ഈ വണ്ടി കൊടുത്ത് പക്ഷെ അവൻ്റെ ഡ്രൈവിംഗ് സ്കില്ലിൻ്റെ ഭാഗം കൂടി നമ്മൾ നോക്കണ്ടേ? അല്ലാതെ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വണ്ടി കൊണ്ടുപോയി ഇടിച്ച് കഴിഞ്ഞിട്ട് ഇവനുമായിട്ടുള്ള ബന്ധം മാറ്റിയിട്ട് ഒരു കാര്യവുമില്ല. മനസ്സിലായോ? അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകാനുള്ള കാരണം നമുക്ക് നമ്മളിൽ മുഴുവനായിട്ടൊരു ശ്രദ്ധയില്ല. നമുക്ക് മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ,
ഇതിൽ നിന്ന് നമ്മളെ തിരിച്ചറിഞ്ഞ ഒരു ഭാഗം മാത്രമേ നമുക്കുള്ളൂ. അല്ലാതെ ഈ പ്രപഞ്ചം പ്രവർത്തിക്കാനുള്ള കാരണമാണ് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഈ പ്രപഞ്ചം പ്രവർത്തിക്കാനുള്ള കാരണമാണ് ഈ ശൂന്യതയിൽ നിന്ന് വന്നിട്ട് ഈ എടുക്കുന്ന ശ്വാസം. ഇതാണ് എൻ്റെ ജീവൻ നിലനിർത്തുന്നത്. അല്ലാതെ ഒരു പാമ്പ് അല്ലാതെ മറ്റാരും ചെയ്ത പ്രവൃത്തിയല്ല. മനസ്സിലായോ? നിങ്ങൾ വർഷങ്ങളായിട്ട് ആ വിശ്വാസം കൊണ്ട് നടക്കണ ആ വിശ്വാസമല്ല നിങ്ങളെ ഇപ്പം ജീവിപ്പിക്കണത്. ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നടക്കാനുള്ള കാരണം ഈ നടത്തത്തിൽ തന്നെയാണ്. അല്ലാതെ ഇത് ഞാൻ മുസ്ലിം ആയതുകൊണ്ട് നടക്കുകയാണോ, അല്ലെങ്കിൽ ഞാൻ ഹിന്ദു ആയതുകൊണ്ട് നടക്കുകയാണോ, ഇന്ത്യക്കാരനായതുകൊണ്ട് നടക്കുകയാണോ? ഒരിക്കലുമല്ല. മനസ്സിലായ? കാരണം ഈ നടക്കാനുള്ള ശക്തി ഇതിലാണുള്ളത്. അപ്പം ഞാൻ നടക്കുമ്പം ഞാൻ ക്ഷീണിച്ച്, അല്ലെങ്കിൽ ഞാൻ കിതച്ച്, അല്ലെങ്കിൽ എനിക്ക് ഓടാൻ തോന്നി. അപ്പം ഇതെല്ലാം ചെയ്യുമ്പം ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആളാണ് എന്ത് ചെയ്യണത്? ഓക്കെ, ക്ഷീണം കണ്ടു, അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാം, ഒന്നൊരു ബ്രീത്തൊക്കെ എടുത്തിട്ട് വളരെ സ്ലോലി വീണ്ടും നടക്കാം. അല്ലെങ്കിൽ ഓക്കെ ക്ഷീണിച്ച്, അപ്പം അപ്പുറത്ത് സർവേരിക്കല്ലുണ്ട് കണ്ടാ, അതിൻ്റെ അടുത്ത് വേണമെങ്കിൽ പോയിരിക്കുക. ഇതെല്ലാം ആരെങ്കിലും പഠിപ്പിച്ച് തന്നിട്ട് വേണോ? ഒരാവശ്യമില്ല. അപ്പോൾ ആരെങ്കിലും പഠിപ്പിച്ച് തന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യണതെങ്കിൽ നമ്മളെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം, നമ്മളെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം എന്ന് പോലും പറയാൻ പറ്റില്ല. നമ്മളെ ഫോക്കസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമാണ് നമ്മൾ ഫോക്കസ്ഡ് ആയി പോണത്. ഒരിക്കലും ഈ പറയുന്ന വ്യക്തി, ആ വ്യക്തിക്കൊരു വ്യക്തിത്വം ഉണ്ടാവില്ല. ആ വ്യക്തിത്വം ഒരു വ്യക്തിത്വം ഇല്ലെങ്കിൽ ഈ ശരീരം പ്രവർത്തിക്കാൻ കാരണമായ ശക്തി പ്രവർത്തിക്കുന്ന അവസ്ഥയെ തിരിച്ചറിയാൻ അവിടെ യാതൊരു മാനദണ്ഡവുമില്ല. അപ്പോൾ ഇതിന് ആ പ്രവർത്തിക്കുന്ന ശക്തിക്ക് യാതൊരു ഈ നിങ്ങളായിട്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ മനുഷ്യൻ തീരുമാനം എടുത്ത ഒരു മാനദണ്ഡവും അവിടെ വർക്ക് ചെയ്യൂല. മനസ്സിലായ? അപ്പോൾ ഇതിൽ ഇപ്പം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഓരോരുത്തർക്കും അറിയുള്ളൂ എന്ത്, അവരെത്രത്തോളം ക്ഷീണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഊർജം അവരിലുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം പുറമെ കാര്യങ്ങൾ കണ്ടിട്ട് അവരെന്തെല്ലാം തീരുമാനമെടുത്ത് ഈ ശരീരത്തിൽ എടുത്തു വച്ചിട്ടുണ്ട്. ഇതെല്ലാം ആ വ്യക്തിക്കേ അറിയുള്ളൂ. അപ്പോൾ അവിടെ ആ വ്യക്തി, ആ ശക്തി, പിന്നെ ആ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റം. ഓക്കെ, ഇങ്ങനെ 3 കാര്യങ്ങളല്ലേ. അപ്പോൾ ആ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റം, അതിനെ നമുക്ക് വേണമെങ്കിൽ ഓക്കെ ഞാനെന്ന് വിളിക്കാം. ആ ഞാനും പിന്നെ ഈ ശരീരവും പിന്നെ ഈ കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള നമ്മുടെ കഴിവും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് ചുറ്റുപാടിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തതാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? ഈ വ്യക്തിയും ഞാനും തമ്മിലുള്ള ബന്ധത്തിൽ ഭയങ്കരമായിട്ട് കോട്ടം വരും. കാരണം എന്താ? ഈ ചുറ്റുപാടിൽ നിന്നാണ് തിരിച്ചറിഞ്ഞതെങ്കിൽ നമ്മൾ ഇമോഷണലി ഇതുമായിട്ട് കണക്റ്റ് ആവും. അവിടെ വ്യക്തിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് നമ്മളെ തിരിച്ചറിഞ്ഞതെങ്കിൽ ഈ പ്രവൃത്തിയാണ് പിന്നീട് നമ്മളെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്ത് ചെയ്ത് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ, ഈ ശരീരം, പിന്നെ ഈ പറയുന്ന വ്യക്തിയും. അപ്പോൾ ഈ ഞാനെന്ന് പറയുന്നത് എന്താണ്? നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആകാശഭൂമികളിലുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സർവ്വതും പ്രവർത്തിക്കാനുള്ള കാരണം. ഭയങ്കര ബ്യൂട്ടിയല്ലേ? അതെ, സർവ്വതും പ്രവർത്തിക്കാനുള്ള ആ കാരണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു രൂപം കൊണ്ട ശരീരം. ഓക്കെ, ഈ രൂപം കൊണ്ട ശരീരം, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ വ്യക്തി വരുന്നത്. വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയായിട്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ശരീരവും ഈ ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ ആ കോട്ടം വരിക. അത് ശ്രദ്ധിക്കുക. ഈ ഞാനും ശരീരവുമായിട്ടുള്ള ബന്ധം കോട്ടം വന്നാൽ മാത്രമേ വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങൾ ഇതിൽ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ നോക്കുക, ഈ ശരീരവും ഞാനും പ്രവർത്തിക്കുന്ന അവസ്ഥയിലുള്ള ആ തെളിച്ചത്തിലാണ് ഈ വ്യക്തി രൂപം കൊണ്ടതെങ്കിൽ, പിന്നെ അവിടെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം എന്താണ്? പ്രപഞ്ചം മുഴുവൻ പ്രവർത്തിക്കാനുള്ള കാരണമാണ് എന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിവിൽ നിന്നാണ് പിന്നീട് പ്രവർത്തനത്തെ അറിയുന്നത്.
മറിച്ചൊരാൾ മുസ്ലിമാണ്, അല്ലെങ്കിൽ ഹിന്ദുവാണ്, അല്ലെങ്കിൽ ത്വരീക്കത്തുകാരനാണ്, ഏതെങ്കിലും ഗുരുവിൻ്റെ കീഴിലാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ഈ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഞാനുമായിട്ടുള്ള ബന്ധത്തിന് പകരം ചില മാനദണ്ഡം മനുഷ്യന്മാരുണ്ടാക്കി. മനസ്സിലായോ? അപ്പോൾ അത് പല ഗ്രന്ഥങ്ങളിലും പല രീതിയിലാണ് എഴുതി വെച്ചത്. ഇപ്പം ഖുർആൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും പല മലക്കുകളായിട്ടും പല ജിന്നുകളായിട്ടും അങ്ങനെ എഴുതി വെച്ച്. വേറെ ചില ഗ്രന്ഥങ്ങൾ എടുക്കുമ്പോൾ ദേവന്മാരായിട്ടും ദേവികളായിട്ടും അതങ്ങനെ വർക്ക് ചെയ്യും. അല്ലെങ്കിൽ ചില നാഡീ വ്യവസ്ഥയുടെ രൂപത്തിൽ അവർ പറയണം. അങ്ങനെ പല പല വ്യവസ്ഥകളാണ് ഓരോ പുസ്തകത്തിലും ഓരോരുത്തരുടെ ആശയങ്ങളിലൂടെയും അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ. കാരണം നമുക്ക് ഒരു ഭാഷ വേണമല്ലോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷ അവിടെ നിർബന്ധമാണ്. പക്ഷെ ഇന്ന് പലരും ഈ ഭാഷയിലാണ് കുടുങ്ങി കിടക്കുന്നത്. കാരണം ഈ ഭാഷയ്ക്ക് ഇന്ന അർത്ഥം കൊടുക്കണം എന്നാണ് ചെറുപ്പം തൊട്ടേ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു വാക്ക് കേൾക്കുമ്പം ആ ശ്രദ്ധ ഈ അർത്ഥത്തിലേക്കാണ് പോണത്. മനസ്സിലായോ? ഈ ശ്രദ്ധ ഈ അർത്ഥത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും അവിടെ വ്യക്തിയാണ്. ആ വ്യക്തി എന്ന് പറയുന്നത് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത വ്യക്തിയാണ്. ഒരു വ്യക്തിയാവുന്നത് എപ്പോഴാണ്? ഈ ഞാനിൽ നിന്നുകൊണ്ട് ഈ ശരീരം പ്രവർത്തിക്കാനുള്ള ആ കാരണത്തെ അറിയുമ്പോഴാണ് ഒരാൾ വ്യക്തിയാവണം. മറ്റേത് വെറും ഒരു അപ്പിയറൻസ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു പേര് മാത്രമാണ്. പേരിന് ജീവനില്ല, ഒരിക്കലും ജീവൻ കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പം നമ്മൾ കുടിക്കുന്ന വെള്ളം, അത് വെള്ളമാണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മറിച്ച് ദാഹിക്കുമ്പം അതെടുത്ത് കുടിച്ച് വീണ്ടും ആ പർപ്പസ് സെർവ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്രയോജനം. അപ്പോൾ ആ പർപ്പസ് സെർവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയായി ഇരിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഞാനുമായിട്ടുള്ള കണക്ഷൻ വേണം. അപ്പോൾ ആ കണക്ഷൻ നമുക്ക് നോക്കുമ്പം പലപ്പോഴായിട്ട് നമ്മുടെ ലിമിറ്റേഷൻ, പലപ്പോഴായി നമ്മൾ കാണുന്ന നമ്മുടെ ലിമിറ്റേഷൻ, അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ സ്റ്റക്കായി കഴിഞ്ഞ് ഫർദർ നമുക്ക് മൂവ്മെൻ്റ് ഇല്ല എന്ന് തോന്നുന്നത് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഈ വ്യക്തിക്കാണ്. മറിച്ച് ഈ കണക്ഷൻ കറക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാൾ തെറ്റ് ചെയ്തു എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തു എന്ന് തോന്നുന്നത് നമ്മൾ ഈ വ്യക്തിത്വം സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് രൂപപ്പെടുത്തിയോണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ തെറ്റില്ല, ശരിയില്ല, ചെറുതില്ല, വലുതില്ല, ഇറ്റ്സ് ഓൾവേസ് ഹാപ്പനിങ്. മനസ്സിലായോ? നമ്മളെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ വെച്ച് ഒരു കമ്പാരിസൺ വരുമ്പം മാത്രമാണ് ചില പ്രവൃത്തികളെ കോംപ്രമൈസ് ചെയ്തിട്ട് നമ്മൾ ഇന്നതാണെന്ന് പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഒന്നും പറയാനില്ല. മനസ്സിലായോ? പക്ഷെ മനുഷ്യന്മാരെ സംബന്ധിച്ച് ഈ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഇന്ന് അവൻ്റെ ശരീരത്തിൽ യാതൊരു തരത്തിലുള്ള അനുഭവവും കിട്ടുന്നില്ല. അല്ലെങ്കിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനുഭവത്തെ സെൻസ് ചെയ്യാൻ പറ്റാത്ത വിധം അവൻ്റെ ശരീരത്തെ അത്രമേൽ ഹാർഡാക്കിയിരിക്കുകയാണ്. ഭയങ്കര ഹാർഡ്. മനസ്സിലായോ? ഹാർഡനിങ് ചെയ്തിട്ട് ആ സെൻസേഷൻ ആക്ച്വലി ലൂസായിപ്പോയി. അപ്പോൾ എത്രത്തോളം നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ, ഒന്നും ചെയ്യാതെ റിലാക്സ് ആയിട്ടിരിക്കുമ്പോൾ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇങ്ങനെ കാണാൻ സാധിക്കും. ബാക്കി ഇപ്പോൾ ഈ സെക്സ് അല്ലെങ്കിൽ ഡ്രഗ്സ് ഇതെല്ലാം ഓക്കെ, അവിടെ ഒരു പ്ലഷറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അത് പ്ലഷറായിട്ട് വരുന്നത്? ബോഡിയിൽ പലപ്പോഴായിട്ട് കയറി കിടക്കണ പ്രഷർ കൊണ്ട് മാത്രമാണ്. മനസ്സിലായോ? ഒരു ആംബുലൻസ് വരുന്നുണ്ട്. ആംബുലൻസ് നിർത്തിയില്ല. അപ്പോൾ വീണ്ടും അപ്പോൾ നമ്മളിവിടെ പറഞ്ഞേ അതായത് ആ ലിമിറ്റേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞ്, ശരീരത്തിൽ ആ പ്രഷർ. അപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയിൽ ആർക്കും അവരെ കാണാനില്ല. നിരന്തരം ചുറ്റുപാടുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലുള്ള
മനുഷ്യനെ മാത്രമേ മനുഷ്യന്മാർക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും എപ്പോഴും തിളയ്ക്കണ ചുടുവെള്ളം പോലെ അവനവൻ്റെ തനി സ്വഭാവം എന്താണെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ യാതൊരു വഴിയുമില്ല. ഇതെപ്പോഴും ഇങ്ങനെ റിലാക്സ് ചെയ്ത് ആടിപ്പാടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. മനസ്സിലായോ? ഇത് ഈ ആടിപ്പാടി നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് കോട്ടം വരുത്താൻ, ഇതിന് കോട്ടം എന്ന് പറയുന്ന ഒരു സംഭവമില്ല. നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് പോലും ഇല്ല. കാരണം നാളെ എന്ത് സംഭവിക്കും എന്ന് തോന്നുന്നത് ആർക്കാണ്? ഈ സംഭവിക്കണ കാര്യങ്ങളിൽ നിന്ന് തീരുമാനം എടുക്കുന്ന ആൾക്കാർക്കാണ്. മറിച്ച് ഞാനായിട്ടൊന്നും ചെയ്തിട്ടല്ല ഈ സംഭവങ്ങളെന്ന് തിരിച്ചറിയുമ്പം പിന്നെ അവിടെ എന്തിനാണ് പേടിക്കുന്നത്? അവിടെ ഭയത്തിൻ്റെ ആവശ്യം എന്താ? കാരണം ഇത് നിരന്തരം ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ സംഭവിക്കാനുള്ളൂ. അപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഈ പാറ്റേൺ നമ്മൾ ഓരോരുത്തരും ആയിരിക്കണം ആ വ്യക്തിത്വത്തിൻ്റെ പാറ്റേൺ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഇതിൽ നിന്ന് തന്നെയാണ് ഈ എല്ലാ അത്ഭുതങ്ങളും നമുക്ക് കാണിച്ചു തരുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ രാവും പകലിൻ്റെ ഇടയിൽ തന്നെയാണ് ഈ എല്ലാ അത്ഭുതങ്ങളും സംഭവിക്കുന്നത് എന്ന് കരുതി ഇന്ന് വരെ ഈ രാവും പകലും മാറിയണോ? ഇല്ല. എന്നതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ബലം പിടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് മാറ്റങ്ങളെ സെൻസ് ചെയ്യാൻ പറ്റാത്തത്. മറിച്ച് നമ്മൾ വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കുളിയിടാനും നീന്താനും എല്ലാ സ്കില്ലും ഉപയോഗിക്കാനുള്ള സർവ്വസാധ്യതയും ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ളത്. അത്രയും പവർഫുള്ളാണിത്. മനസ്സിലായ? പക്ഷെ നമുക്കിത് കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രവൃത്തികളെ നമ്മളായിട്ട് ശ്രദ്ധിക്കണില്ല. നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് അറിയാത്ത കാര്യങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. അറിയാത്ത കാര്യങ്ങളെ ഒരിക്കലും അറിയാൻ പറ്റുമോ? കാരണം അത് അറിയാത്ത കാര്യങ്ങളല്ലേ. അതാർക്കും അറിയാൻ പറ്റൂല. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ മാത്രമേ അവനവൻ്റെ വൃത്തിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അറിയാത്ത കാര്യങ്ങൾ പുറകെ ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അവർ വേറെ കുറേ അവരെ അറിയാത്ത കാര്യങ്ങൾ ചെയ്ത് കൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ മാത്രമാണ്. കാരണം ചില കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യണമെന്ന് അറിയണില്ല. മറ്റു പലരും പല കാര്യങ്ങളും അടിച്ചേൽപ്പിച്ച് അത് ഈ ശരീരം ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് അറിയാത്ത കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നോക്കുക, ഇത്രയും കാലമായിട്ട് ഈ അറിയാത്ത കാര്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു പ്രോബ്ലം വരും എന്നുള്ള ഭാഗത്തല്ലാതെ ഈ അറിയാത്ത കാര്യങ്ങൾ വെച്ച് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രോബ്ലത്തെ ഡീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും പോസിബിൾ അല്ല. നമുക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ കൂടുതൽ അറിയുമ്പോഴാണ് നമ്മുടെ അറിവ് എന്താണെന്ന് നമ്മൾ അറിയുന്നത്. അല്ലാതെ എനിക്കറിയാമെന്ന് പറയുമ്പോൾ നമ്മളെ ഷട്ട് ഡൗൺ ചെയ്ത്, മനസ്സിലായ? മറിച്ച് ഓക്കെ, ഇതിനെ ഇങ്ങനെയാണ് ഞാൻ അറിയുന്നത്. എൻ്റെ അറിവ് ഞാനെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ഈ അറിവിനെ ഡീല് ചെയ്യുമ്പം എവിടെയാണോ ഞാൻ സ്റ്റക്കാവുന്നത് അവിടെ വീണ്ടും ഈ ഞാനെന്ന് പറയുന്ന അവസ്ഥ എന്നിൽ വർക്ക് ചെയ്യുന്ന ആ ശക്തി ഉപയോഗിച്ചിട്ട് പിന്നെയും നമ്മളിൽ ആ ഫ്ലെക്സിബിലിറ്റി, മനസ്സിലായോ? അതായത് ചളിയിലുള്ള വരാലിനെ പോലെ നമുക്ക് പോകാനുള്ള അവസ്ഥ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക. അവിടെ യാതൊരു പ്രോബ്ലവും ഇല്ല. ഇപ്പോൾ ഓഫീസിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പിന്നെ തൂമ്പ എടുത്ത് കളക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഓഫീസിലെ ജോലി വലിയ ജോലിയും തൂമ്പന്നെ ജോലി മോശം ജോലിയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന ഒരാളെ സംബന്ധിച്ചോ കളിക്കാൻ എനിക്കിഷ്ടമാണ്. ഓക്കെ, ഇവിടെ കുറച്ച് ഞാവൽപ്പഴമുണ്ട്, സോ ഞാനത് എന്നിട്ട് കേട്ടോ. അപ്പം നമ്മൾ പറയുന്ന കാര്യമെന്ന് പറയണത് പുതിയ കാര്യമൊന്നുമല്ല. എല്ലാ പുസ്തകത്തിലും എല്ലാ ഗ്രന്ഥങ്ങളിലും എല്ലാം എഴുതി വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാം. ഇപ്പം ഞാൻ പറയുമ്പം നിങ്ങൾക്ക് അതുമായിട്ടിത് വലിയ അറിവാണ്, അല്ലെങ്കിൽ ഇത് ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ ഇത് ഖുർആനിൽ പറഞ്ഞതാണ്, മറ്റേ ബൈബിളിൽ പറഞ്ഞതാണ്, അല്ലെങ്കിൽ പ്രാന്താണ്, മനസ്സിലായോ? ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക, നമ്മളിൽ പ്രവർത്തിക്കുന്ന ഈ ജീവൻ യാതൊന്നിൻ്റെയും സഹായമില്ലാതെ ഈ പ്രവർത്തിക്കുന്ന ജീവനെ അറിയുന്നതിന് പകരം നമ്മൾ മതത്തിനും ജാതിക്കും അല്ലെങ്കിൽ മറ്റ് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ, അത് ആ താല്പര്യങ്ങൾ ഇപ്പം ചെയ്യുന്ന പോലും ഉണ്ടാവില്ല, പക്ഷേ നമ്മുടെ മനസ്സിൽ
നിരന്തരം അത് നമ്മളെ വേട്ടയാടുന്നത് കൊണ്ട് ഒരാളായിട്ടെങ്കിലും നമുക്ക് പരസ്പരം ഒരു ബന്ധമുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ കൂടെ കിടക്കുന്ന ആൾ അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുന്ന ആൾ ഒരു മേൽക്കുരയുടെ അടിയിലിരിക്കുന്ന ആൾക്കാർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എല്ലാം തുറന്ന് സംസാരിക്കണ ആരും ഇല്ലെന്ന് ഈ ലോകത്ത്, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായൊരു ജീവിതം, ഇതിലെന്താണൊരു ലിമിറ്റേഷൻ ഉള്ളത്? ഇതിൽ ഫ്രീഡം അല്ലാത്ത ഒരു സംഗതിയും ഇല്ല. ഇതിൽ ഫ്രീഡം അല്ലാത്ത ഒരു സംഗതിയും ഇതിൽ പ്രവർത്തിക്കണില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലുള്ള സാറ്റിസ്ഫാക്ഷൻ മാത്രമേ ജീവിതത്തിലുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ മാത്രമേ, അതിന് സാറ്റിസ്ഫാക്ഷൻ എന്നും കൂടി പറയണ്ട, ആ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ മാത്രമാണ് നമുക്ക് ഓരോരുത്തർക്കുള്ളത്. അല്ലാതെ ഇന്നലെ എന്ത് സംഭവിച്ച് നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതെല്ലാം മനസ്സിൻ്റെ സങ്കല്പം മാത്രമാണ്. അപ്പോൾ ഇത്രയും ഭയവും പേടിയും ഇല്ലാത്ത ആൾക്കാർ ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവർ പറയുന്നതുമായിട്ടോ അവരുടെ പ്രവൃത്തിയുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ടല്ലേ. അല്ല, ഇത്രയും കാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഞാനെന്ന് പറയുന്ന അവസ്ഥക്ക് വേണ്ടിയിട്ട് ഈ ശരീരം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ തീരുമാനങ്ങൾ എടുത്തു കൊണ്ടുവന്നിട്ട് നമ്മൾ പറയണം നമുക്ക് വിഷമമാണ്, നമുക്ക് സങ്കടമാണ്, അവൻ എന്നോട് അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ഒരുപാട് നൂറുകൂട്ടം ന്യായങ്ങൾ കൊണ്ടുവരിക. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കപ്പാസിറ്റിയെ നമ്മൾ തന്നെ മറച്ചു വെക്കാൻ വേണ്ടി. അപ്പം ജീവിക്കാൻ, സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഒന്നിൻ്റെയും ആവശ്യമില്ല. അത് ജീവൻ്റെ ഒരു കളിയാണ് ഈ ജീവിക്കുക എന്നുള്ള പ്രോസസ്സ്, മനസ്സിലായോ? അപ്പോൾ ആ കളിയിൽ എത്രത്തോളം എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്, പങ്കെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാനായിട്ട് ജീവിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കഷ്ടപ്പാടുണ്ടാവും. അതൊക്കെ വളരെ ടെമ്പററി ടൈം പീരീഡിൽ സംഭവിക്കുന്നതാണ്. നിങ്ങൾ എന്തെല്ലാം ഒളിച്ചു വെച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും അതൊന്നും ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, അതൊന്നും സമാധാനം തരികയില്ല, മനസ്സിലായോ? ഒളിച്ചും പാത്തും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുക, ചെയ്ത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഒളിച്ചും പാത്തും ചെയ്തതെന്നും പരിശോധിക്കുക. ഇത് ഭയങ്കര രസം. അത് വേറൊരാൾക്ക് ചോദ്യം പോലും ചെയ്യാൻ പറ്റില്ല. ഇന്നലെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, നാളെ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അവർക്ക് എന്താണ് വിഷയം? അവർക്ക് അവരുടേതായ ഒരു സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ടല്ലേ. അപ്പോൾ ഈ ഗുരുവിൻ്റെ കീഴിലൊക്കെ നിൽക്കണ, അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ കീഴിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ അനുഭവിക്കുന്നത്, എന്താണ് എനിക്ക് ഈ മതം കൊണ്ടുതരുന്നത്, അല്ലെങ്കിൽ ഈ മതവും ഗുരുവും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, അതുപോലും അറിയില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊന്നിൻ്റെ വക്താവായിട്ട് നിൽക്കൽ? അത് ഞാനിപ്പോൾ ഒരു മതത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ മതത്തിൽ നിൽക്കുമ്പോൾ എനിക്കിപ്പോൾ ഞാനായിട്ട് അനുഭവിക്കുന്ന ഈ സ്വസ്ഥത എനിക്ക് കിട്ടണില്ലെങ്കിൽ ഞാൻ ആ മതത്തിൽ കള്ളത്തരത്തിലല്ലേ നിൽക്കണത്? എനിക്ക് വേറെയും കുറേ ആഗ്രഹങ്ങൾ എന്നിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പരിശോധിക്കാൻ ആരാളുള്ളത് ഇവിടെ? അവനവൻ മാത്രമേ ഉള്ളൂ. അപ്പം ഭയങ്കര സിമ്പിളായിട്ട് റിലാക്സായിട്ട് കാര്യങ്ങൾ നോക്കാം.